എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം കരിവീര ചന്തങ്ങൾ മാത്രം. ജൂലൈ 17 കർക്കിടക മാസം 1-ാം തീയതി വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടായിരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി ഗജവീരന്മാരും ഗജറാണികളുമാണ് ഇപ്രാവശ്യം ആനയൂട്ടിനായി ഇവിടെ അണിനിരുന്നത്. ആനയൂട്ട് കർക്കിടക മാസത്തിൽ പല ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ടെങ്കിലും ഇത്രയധികം ആനകൾ അണിനിരക്കുന്ന കാഴ്ച അത് വടക്കുംനാഥനിൽ മാത്രം. നെറ്റിപ്പട്ടവും ആടയാഭരണങ്ങളും ചമയങ്ങളുമൊന്നുമില്ലാതെ ഒരു തുളസിമാല മാത്രമിട്ട് ഊട്ടിനായി അണിനിരുന്ന ഗജവീരന്മാരെ കാണാൻ ഒരു ഒന്നൊന്നര ആനച്ചന്തം തന്നെയായിരുന്നു. ഏകദേശം 500 കിലോ അരിയുടെ ചോറാണ് ആനകൾക്ക് ഊട്ടിനായി നൽകിയത്. കൂടാതെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും. കർക്കിടക മാസത്തിൽ വടക്കുംനാഥന് മഴയത്തൊന്ന് കുളിച്ചു കയറിയില്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടില്ലെന്ന് കരുതിയിട്ടാകും കോരിച്ചൊരിയുന്ന മഴത്തുള്ളികൾ പോലെ ഭക്തരുടെ മേൽ അനുഗ്രഹമെന്നോണം ചൊരിഞ്ഞത്. കേശവൻ മുതൽ കാവേരി വരെ ഏകദേശം 50ഓളം ആനകൾ ഇപ്രാവശ്യം വടക്കുംനാഥൻ ആനയൂട്ടിന് എത്തിച്ചേർന്നിരുന്നു. തൃശൂർ പൂരത്തിന് മാത്രം കുടമാറ്റം കണ്ടിരുന്ന ആനപ്രേമികൾക്ക് പെരുമഴയിൽ കുതിർന്ന വടക്കുംനാഥൻ ആനയൂട്ടിൽ ഭക്തർ പലതരത്തിലുള്ള വർണ്ണക്കുടകൾ പിടിച്ച് ആനയൂട്ട് ആസ്വദിക്കുന്ന കാഴ്ച ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു.